ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വളരെയധികം ആവശ്യമായ ഒരു കാര്യമാണ് സമയനിയന്ത്രണം എന്നത്. ആരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ അവരെല്ലാം സമയത്തെ വളരെ നന്നായിട്ട് വിനിയോഗിച്ചവരായിരിക്കും. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും എല്ലാവരും വ്യത്യസ്തരാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളത് സമയമാണ്. ഒരു ദിവസം എന്നത് 24 മണിക്കൂർ തന്നെയാണ് എല്ലാവർക്കും, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി 7 കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമുക്ക് എന്താണോ നമ്മുടെ ജീവിത ലക്ഷ്യം അതിലേക്ക് എത്താനുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിന് പ്രയോറിറ്റീസ് ടാസ്ക്, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ, സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, സാവകാശം ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ, കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ 4 സെക്ഷനായി തിരിച്ച് സമയത്തെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടാവും. എല്ലാം ചേർത്തിട്ട് ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. അതായത് നമ്മൾ രാത്രി അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായ ശേഷം ഇന്നത്തെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുമാവട്ടെ അത് നമ്മൾ കുളി, പ്രാർത്ഥന, എക്സസൈസ്, മെഡിറ്റേഷൻ, വിശ്രമം അടക്കം എല്ലാ കാര്യങ്ങളും ഈ ടു ഡു ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളും ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നൈറ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കുക. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ദിവസം ഞാൻ സക്സസ് ആണോ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ട്, എല്ലാം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പല്ല് തേച്ച് കുളിച്ച് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ച് ഫുഡ് കഴിച്ച് ഇതെല്ലാം ആ ടു ഡു ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. പള്ളിയിൽ പോകാനുണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്നത്, അമ്പലത്തിൽ പോകാനുണ്ടെങ്കിൽ അത് എല്ലാം ഉണ്ടായിരിക്കണം. 1 to 20 കാര്യങ്ങളുണ്ടെന്ന് വെക്ക്. അതിൽ 15 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടിക്ക് ചെയ്തതിൽ 15 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ മാത്രമാണ് 20 കാര്യത്തിൽ ചെയ്യാത്തത് എന്ന് വെച്ചാൽ നിങ്ങൾ അന്നത്തെ ദിവസം സക്സസ് ആണ്. അപ്പോൾ ആ ടു ഡു ലിസ്റ്റിൽ ഈ 20 കാര്യങ്ങളിൽ 15 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, അത് പിറ്റേന്ന് ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റിൽ ആദ്യം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ അനാവശ്യ ചിന്തകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി നിൽക്കുക. പിന്നെ ജോലി സമയത്തൊക്കെ നമുക്ക് ഫോക്കസ് മോഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു സമയമല്ലേ, നമ്മൾ ഉണർന്നിരിക്കുന്ന അത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ പഠിക്കാനും അതുപോലെ തന്നെ അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മൾ ടയേർഡ് ആവണ സമയത്ത് നാളെ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളല്ലേ, അത് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഒഴിവാക്കി വിശ്രമിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. ഒരുപാട് നേരം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 90 മിനിറ്റ് എന്ത് വർക്കും ആവട്ടെ, എന്ത് കാര്യമാവട്ടെ അത് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ നന്നായി വിശ്രമിക്കുക. വേറെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ നല്ലവണ്ണം വിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ സ്വയം നോക്കുക, സ്വയം വിലയിരുത്തുക. നമ്മളെങ്ങനെയാണ് ഈ ആഴ്ച നമ്മൾ കൊണ്ടുപോയത് എന്നൊക്കെ ആഴ്ചയിൽ ഒരിക്കലും നമ്മളെ തന്നെ വിലയിരുത്തുക, ഇങ്ങനെയാണ് നമ്മളെന്നുള്ളത്. അതിൽ മാറ്റേണ്ട കാര്യങ്ങളുണ്ടാവും, തിരുത്തേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ മാറ്റി തിരുത്തിയിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. ഹാപ്പി ലൈഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ.